എന്തുകൊണ്ടാണ് കോൺഗ്രസ് അംഗങ്ങൾ ഇപ്പോൾ ഇന്ന് രാവിലെ ഇങ്ങനെ ആ പാർട്ടിയിൽ രാജിവെക്കാനുണ്ടായ കാരണം എന്ന് ഈ വിഷയത്തിൽ അതായത് പ്രജിൻ ഇപ്പോൾ ഇവിടെ പോലീസ് അടക്കം ഒരു ബോർഡടക്കം സ്ഥാപിച്ചിട്ടുണ്ട്. പോലീസ് ഇവിടെ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം LDF-നെ സംബന്ധിച്ചുണ്ട്. LDF ഇവിടെ 8 പേര് ജയിച്ചത് കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ ജയിച്ചത്. അവര് ഇപ്പൊ നിൽക്കുന്നത് എങ്ങനെയാ? അവരിവിടെ വോട്ട് ചെയ്യുന്നത് ആർക്ക് വേണ്ടിട്ടാ? മത്സരിച്ച് ജയിച്ചത് കൈപ്പത്തി അടയാളത്തിലാ. അങ്ങനെയാണെങ്കിൽ അവർ രാജിവെച്ചിട്ട് വേണ്ടേ? രാജിവെക്കും, മെമ്പർ സ്ഥാനം കൊണ്ട് രാജിവെക്കണം. അല്ലാണ്ട് അവർ ഇനി BJP-നെയും ആവശ്യത്തെ കൂട്ടുകെട്ടുണ്ടാക്കാൻ പാടുള്ള കാര്യമല്ല. എന്താ LDF-ന്റെ പുറമെയാണ് നമ്മളോടൊപ്പം ചേരുന്നത് സ്ഥാനാർത്ഥികൾ. അവർ കോൺഗ്രസ് ചിഹ്നത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച് അധികാരത്തിൽ വന്ന ആളുകളാണ്. അവരാണ് ഈ കുതിര കച്ചവടം നടത്തിക്കൊണ്ട് ഇഷ്ടംപോലെ പണം വാങ്ങി കോൺഗ്രസിന്റെ നേതാക്കളടക്കം പണം വാങ്ങിക്കൊണ്ടാണ് ഈ നടത്തിയിട്ടുള്ളത്. അത് തുറന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾ തുറന്ന് അതിൽ പോലും എതിർക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാ. കൃത്യമായിട്ട് അവർ കൈപ്പത്തി ചിഹ്നത്തിൽ അവർ അടയാളം രേഖപ്പെടുത്തി മത്സരിച്ചത്. ഇപ്പൊ അവര് പണം വാങ്ങിയിട്ടാണ് ഇത് മാറിയിരിക്കുന്നത്. ഈ മറ്റത്തൂരിൽ LDF പ്രവർത്തകരടക്കം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ആളുകൾ അതോടൊപ്പം തന്നെ ഇന്നലെ ഈ TM ചന്ദ്രനടക്കം DCC നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത് ഈ വിമതരായി ജയിച്ച 2 പേരെ കൂടി പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിമതരായി ജയിച്ച 2 പേരെ ഇന്നലെ രാത്രിയോടുകൂടി കോൺഗ്രസ് തിരിച്ചെടുത്തതായി കാണിച്ചുകൊണ്ട് സർക്കുലറും പുറത്തിറക്കി. പക്ഷേ ഇന്ന് നേരം പുലർന്നപ്പോഴേക്കും അതിൽ ഒരാൾ LDF-നെ പിന്തുണയ്ക്കുന്നു, മറ്റേയാൾ UDF-ന്റെ ഈ പാനലിലുള്ള ആളുകളെ പിന്തുണയ്ക്കുന്നു. അതിനിടയിൽ രാവിലെ DCC നേതൃത്വത്തിന് ഒരു കത്ത് കൈപ്പടയിൽ എഴുതി ഈ 8 പേർ ഒപ്പിട്ട് നൽകുന്ന തങ്ങൾ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു, ഈ പാർട്ടി നടപടികൾ ശരിയല്ലാത്തതിന്റെ പേരിൽ രാജിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് എഴുതി നൽകുന്നു. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഈ തെരഞ്ഞെടുപ്പിന് വരുന്ന സമയത്ത് വിപ്പടക്കം കൈപ്പറ്റാതെ അല്ലെങ്കിൽ വിപ്പടക്കം ഇവർക്ക് ഈ നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ നൽകിയിരുന്നില്ല. ഇവിടെ എത്തുന്നു, അവർ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, അവർക്ക് കൃത്യമായി BJP-യുടെ പിന്തുണ ലഭിക്കുന്നു. അങ്ങനെ എന്തായാലും ഈ അധികാരത്തിൽ ഇപ്പോൾ ഈ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചുപോയ 8 പേരും ഒരു വിമതനും ഈ BJP പിന്തുണയോടുകൂടി എന്തായാലും അവരുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മറ്റത്തൂരിലെ സ്ഥിതിവിശേഷം. പ്രജിൻ, സൂര്യസജിയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റത്തൂർ പഞ്ചായത്തിലാണ് അതിനാടകീയമായ കോൺഗ്രസിലെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച നൂർജഹാൻ ഷാനവാസ് വിജയിച്ചിരിക്കുന്നു. ഇതും 4 BJP-യുടെയും 9 കോൺഗ്രസ് കൗൺസിലർമാരുടെയും പിന്തുണയോടുകൂടിയാണ് ഈ ഔഷധ സഖ്യം മറ്റത്തൂർ പഞ്ചായത്തിൽ നിലവിലുള്ളത്. ഇത് പ്രതിഷേധാർഹമാണ്. ഈ ജനാധിപത്യ വെല്ലുവിളിയാണ് DCC പ്രസിഡന്റ് 1 കോടി രൂപ കൈപ്പറ്റിയെന്നാണ് നാട്ടിൽ പ്രചരിപ്പിക്കുന്ന വാർത്ത. എന്തായാലും ഇത് തന്നെയാണ് പ്രജിൻ, അതായത് പണം വാങ്ങിക്കൊണ്ടൊക്കെയാണ് ഇത്തരത്തിലൊരു അട്ടിമറി നടത്തിയത് എന്നുള്ള ആരോപണമാണ്. വലിയ പ്രതിഷേധം LDF-നെ സംബന്ധിച്ചുമൊക്കെ ഉണ്ട്. അതായത് LDF-ന് ഭരണം പിടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെയാണ് ഇത്തരത്തിലൊരു അട്ടിമറി ഉണ്ടായിരിക്കുന്ന വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇപ്പോൾ വലിയ സുരക്ഷാ പോലീസ് വിന്യാസം അടക്കം ഈ മേഖലയിലുണ്ട്. ഈ CPM DYFI പ്രവർത്തകർ ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിരുന്നു. അത് താമരയിൽ കൈപ്പത്തി വിരിഞ്ഞു നിൽക്കുന്നതാണ് ആ ബോർഡ് വെച്ചതോടുകൂടി തന്നെ ഇവിടെ ഒരു സംഘർഷ സാധ്യത അടക്കം നിലനിൽക്കുകയാണ്. ഇപ്പോൾ പലതവണ പോലീസ് ഇടപെട്ടുകൊണ്ടാണ് ഈ സംഘർഷം ഒഴിവാക്കുന്നതിനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും അതായത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷവും ഇവർ ഈ പറഞ്ഞ സഖ്യത്തിൽപ്പെട്ട ആളുകളെല്ലാം തന്നെ ഹാളിനകത്ത് തുടരുന്ന നിലയായിരുന്നു. അവരാരും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഈ വൈസ്